ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചെറിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മേഘയും മാലതി മുത്തശ്ശിയും മനോഹരനും പ്രിയയും കൂടിയിട്ട്. എല്ലാവരുടെ മുഖത്തും ആകെ ഒരു നിരാശയും ഒരുതരം ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയൊരു മണിമാളിക പോലുള്ള വീട്ടിൽ നിന്നാണ് ഇത്രയും ചെറിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട്, താക്കോൽ ആര് തുറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. അകത്തെത്തിയതും ചുറ്റിലും നോക്കിക്കൊണ്ട് മനോഹരം പറയുന്നുണ്ട്, ചേച്ചി, ആ വീട്ടിലെ അടുക്കളയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ വീട് മൊത്തമായിട്ട്. ഇവിടെ എങ്ങനെ താമസിക്കുന്ന അറിയില്ല. അപ്പം മുത്തശ്ശി പറയാണ്, നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷേത്രവും സത്രവും അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ചോ. എന്താ ചേച്ചി ഇങ്ങനെ അറുത്ത് മുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങളല്ലാതെ ഈ ലോകത്ത് എനിക്ക് മറ്റാരാ ഉള്ളത്? അതെ, ഇങ്ങനെ പറഞ്ഞാണ് എന്നെയും നിങ്ങളുടെ ഗതികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതിന് മനോഹരം മറുപടിയൊന്നും പറയുന്നില്ല. മേഘയ്ക്കും കൂടി ചേർത്തുള്ള കൊട്ടായിരുന്നു അത്. അപ്പോൾ മനോഹരം മേഘയോട് പറയുന്നുണ്ട്, മേഘ, പുതിയ വീട്ടിൽ വന്നതല്ലേ, സാധാരണയായിട്ട് പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാല് കാച്ചലാണല്ലോ സമ്പ്രദായം. അത് കേട്ട സമയത്ത് തന്നെ ദേഷ്യത്തോടെ മുത്തശ്ശിയും മേഘയും മനോഹരനെ നോക്കുന്നുണ്ട്. പോയി പാല് കാച്ചിക്കൂടായിരുന്നോ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മേഘയുടെ മുഖം കണ്ട സമയത്ത് മനോഹരം പേടിയോടെ തിരിഞ്ഞു നടക്കുവാണ്. എന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫ ഇല്ലാത്തതിൻ്റെ പരാതിയും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സോഫയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അവിടെ ഒരു പഴയൊരു കസേര ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഉള്ളത് ഈ ഒരു പൊട്ട കസേരയാണ്, തൽക്കാലം ഇതിലിരിക്കാം എന്നും പറഞ്ഞിട്ട് അത് എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നതും ടേ എന്നും പറഞ്ഞ് താഴേക്ക് വീഴുകയാണ്. മനോഹരൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വീഴ്ചയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മനോഹരൻ നിലവിളിച്ച് കരയാണ്. പക്ഷെ ആ സമയത്ത് പ്രിയ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പ്രിയയുടെ ചിരി കണ്ടപ്പോൾ മുത്തശ്ശിയും ചിരിക്കുകയാണ്. മേഘയാണെങ്കിൽ അയ്യോ ഇവരെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുക എന്നൊരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു. മനോഹരനാണെങ്കിൽ വീണിട്ടുള്ള വേദനയിൽ പൊളയുകയാണ്. അപ്പോൾ മുത്തശ്ശി ചിരിക്കുന്ന കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ഞാനിവിടെ താഴെ വീണ് കിടക്കുകയാണ്, നിങ്ങളെല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണോ? പക്ഷേ മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല. നിന്റെ സംസാരത്തിന് ഇത് മാത്രം പോരാ, ഇനിയും കുറച്ചും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മേഘ ഒന്നും പറയാതെ നിൽക്കുകയാണ്. മുത്തശ്ശിയോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കും കൂടി ചേർത്ത് കിട്ടുന്ന മേഘയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോഴും പ്രിയ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കൈമുട്ടിക്കൊണ്ട്. അപ്പോൾ വീണെടുത്ത് നിന്ന് ഒറ്റയ്ക്ക് തന്നെ എഴുന്നേറ്റിട്ട് മനോഹരം പറയുന്നുണ്ട്, ഏയ് ചേച്ചി, നിങ്ങൾക്ക് എപ്പോഴും കളിയാക്കൽ തന്നെയാണ്. വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മനോഹരനെ നടുവൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു. അയ്യോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അത് കേട്ടപ്പോൾ പ്രിയക്ക് ഒന്നുകൂടെ ചിരി വരുന്നുണ്ടായിരുന്നു. മനോഹരം വേദന എടുത്ത് പൊളയുവാണെങ്കിലും മേഘ പറയുന്നുണ്ട്, അമ്മാവാ, ഭക്ഷണം ഉണ്ടാക്കണം, ആദ്യം പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വാ, പാല്, പരിപ്പ്, സാധനങ്ങൾ, അരി ഒക്കെ വാങ്ങിയിട്ട് വാ, പോയിട്ട് വാ. അപ്പോൾ മനോഹരൻ സംശയത്തോടെ ചോദിക്കുകയാണ്, എന്താ മോളെ അമ്മാവനോട് കടയിൽ പോവാൻ പറയുന്നത്? സാധാരണ നീ വിളിച്ച് ഓർഡർ ചെയ്യാറല്ലേ? നീ ഒരു കോള് ചെയ്യുകയാണെങ്കിൽ അവർ സൂപ്പർ മാർക്കറ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ശരിയില്ലേ? മനോഹരൻ ചോദിച്ച സമയത്ത് മേഘ പറയുന്നുണ്ട്, കാശുള്ളപ്പോഴാണ് അങ്ങനെയൊക്കെ നടക്കുള്ളൂ. കടം വാങ്ങിക്കുന്ന സമയത്ത് നേരിട്ട് തന്നെ പോയി വാങ്ങിക്കണം, പോയി വാങ്ങിയിട്ട് വാ. അതൊക്കെ കേൾക്കും തോറും മുത്തശ്ശിക്ക് ഇങ്ങനെ സങ്കടമാവുകയാണ്. കാരണം വലിയൊരു വീട്ടിൽ നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇറങ്ങിയിട്ട് വന്നിരിക്കുന്നത്. മേഘയ്ക്കും ആ ഒരു അരിശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ തന്നെ കയ്യിലിരിപ്പായത് കാരണം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ മേഘ വീണ്ടും മനോഹരനോട് പോവാൻ പറയാണ്. എന്താടാ നോക്കി നിൽക്കുന്നത്, പോയി സാധനം വാങ്ങിയിട്ട് വാ. മുത്തശ്ശിയും പറയാണ്, അത് പിന്നെ ചേച്ചി, കടം വാങ്ങിക്കാൻ എനിക്കെന്തോ ഒരു നാണക്കേട് പോലെ തോന്നുന്നു. കയ്യിലൊരു 10 പൈസ പോലും ഇല്ല, അതാ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ. മനോഹരൻ തലചൊറിഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ ചേച്ചി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. കഴുത്തിൽ നല്ലൊരു ചെയിനില്ലേ, അത് പണയം വെച്ചിട്ട് പണം കൊണ്ടുപോയിട്ട് വാങ്ങിയിട്ട് വാ. ചേച്ചി, നിങ്ങൾക്ക് എന്താ അത് അറിയില്ലേ? ഇത് സ്വർണ്ണമല്ല, ഞാൻ വെറുതെ ആളാവാൻ വേണ്ടിയിട്ട് മുക്കുപണ്ടം കെട്ടി നടക്കുവാണെന്ന്. എന്നാൽ പിന്നെ കയ്യിൽ മോതിരം ഉണ്ടല്ലോ, അത് സ്വർണ്ണമാണല്ലോ. അപ്പോഴേക്കും മനോഹരം വേഗം മോതിരം ഒളിച്ചു വെക്കുകയാണ്. അത് വിറ്റിട്ട് വാങ്ങിയിട്ട് വരാലോ. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വാങ്ങിച്ചത് കൊണ്ടായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്ന ആകെയുള്ള ഒരേ ഒരു മോതിരം വാങ്ങിക്കുന്നത്. മനോഹരന് മനസ്സിലായി ചേച്ചിക്ക് തന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന്. എന്നാലും അയാൾ പറയുന്നുണ്ട്, ശരി, കുടുംബത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണ്, ഈ ഒരു ത്യാഗം കൂടി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ശരി, ഈ മോതിരം പണയം വെച്ചിട്ട്
ഞാൻ പോയി അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോഴും പ്രിയയോട് ചോദിക്കാൻ മറന്നിട്ടില്ല, നിനക്ക് ചോക്ലേറ്റ് വേണോ മോളെ എന്ന്. എന്നിട്ട് നടുവേദനിച്ചുകൊണ്ടാണ് പോകുന്നത്. അയ്യോ അമ്മ, നോക്കിയിട്ട് പോയിട്ട് വാടാ, വേഗം വരണം എന്ന് മുത്തശ്ശി ബാക്കിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അയാൾ പോയതിന് ശേഷം മുത്തശ്ശിയും മേഘയും കൂടി അവിടെ ചുറ്റിലും വീണ്ടും നോക്കുകയാണ്. എന്നിട്ട് ഒട്ടും താല്പര്യമില്ലാതെ ആ ഒരു കട്ടിലിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ ഓരോന്ന് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘയാണെങ്കിൽ ആകെ ഡെസ്പായിട്ട് നിൽക്കുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അമ്മ എനിക്കിവിടെ നിൽക്കുന്നത് ഇഷ്ടാവുന്നേ ഇല്ല അമ്മ, വാ അമ്മ നമുക്ക് ആ വലിയ വീട്ടിൽ തന്നെ പോവാം. വീണ്ടും കുട്ടി അത് തന്നെ പറയുന്നത് കേട്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. ഇനി ആ വീട്ടിലൊന്നും നമുക്ക് പോവാൻ സാധിക്കില്ല. അതെന്താ അമ്മ? അതെന്താന്ന് ചോദിച്ചാൽ അത് അവരുടെ വീടാണ്, നമ്മളെങ്ങനെ അവിടെ നിൽക്കാൻ സാധിക്കുക? അപ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അമ്മയും മുത്തശ്ശിയും വന്നിട്ട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരും. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ആ വീട്ടിൽ തന്നെ താമസിക്കാലോ അല്ലേ? ആ കുട്ടിയുടെ സംസാരം കേട്ട സമയത്ത് മുത്തശ്ശിക്കും മേഘയ്ക്കും വല്ലാത്ത ദേഷ്യം തോന്നുവാണ്. ഇത്രയൊക്കെ ആയിട്ടും തോറ്റു കൊടുക്കാൻ മേഘ തയ്യാറല്ലായിരുന്നു. അതുപോലെ തന്നെ മുത്തശ്ശിക്കും ചന്ദ്രികയോടുള്ള ദേഷ്യമൊന്നും വിട്ടുമാറിയിട്ടില്ല. മേഘ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഏയ് ആരോടാടി മാപ്പ് ചോദിക്കാൻ പറയുന്നത്? കുട്ടിയാണെന്നൊന്നും നോക്കില്ല, ഞാൻ നന്നായിട്ടൊന്ന് പുറത്ത് വെച്ച് തരും, വായി പൂട്ടിയിരുന്നോ. മേഘയുടെ ദേഷ്യം കാണുന്ന സമയത്ത് മുത്തശ്ശി മേഘയോട് പറയുന്നുണ്ട്, ഏയ് എന്തിനാടി കുഞ്ഞിനോട് ദേഷ്യം പിടിക്കുന്നത്, വെറുതെ. അപ്പോഴേക്കും മലര അങ്ങോട്ടേക്ക് വന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, പ്രിയ വാ നമുക്ക് ആ വലിയ വീട്ടിലേക്ക് പോവാം, അമ്മ നിന്നെ കൂട്ടിയിട്ട് പോവാൻ പറഞ്ഞു. അത് കേട്ട സമയത്ത് മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. മേഘ പറയുന്നുണ്ട്, അവൾ അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല, ഇതാണിപ്പോൾ ഞങ്ങളുടെ വീട്, നീ പോവാൻ നോക്ക്. മലറിനോട് തട്ടിക്കയറുകയാണ്. അപ്പോൾ പ്രിയ മേഘയോട് പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കില്ല, ഞാൻ ചന്ദ്രികാൻ്റിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കുട്ടി കട്ടായം പറയുന്ന സമയത്ത് മേഘ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും മുത്തശ്ശിയെ നോക്കുവാണ്. അപ്പോഴേക്കും പ്രിയ മലറിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, വാ മലർ നമുക്ക് പോവാം. എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് നടക്കുവാണ്. ഏയ് പ്രിയ, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? മേഘ പിന്നിൽ നിന്ന് വിളിച്ച സമയത്ത് പ്രിയ പേടിയോടെ നിൽക്കുന്നുണ്ട്, ഒപ്പം മലരും. അപ്പോഴേക്കും മുത്തശ്ശി ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, ഏയ് മേഘ, അവളെങ്കിലും അവിടെ പോയി സന്തോഷത്തോടെ നിൽക്കട്ടെ, എന്തിനാ നീ അവളെ തടയുന്നത്? അവൾ പൊയ്ക്കോട്ടെ, നീ പൊയ്ക്കോ മോളെ എന്ന് പറയുന്ന സമയത്ത് പ്രിയയും മലരും കൈപിടിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മേഘയോട് മുത്തശ്ശി പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് നീയാണ്, അവൾ ചെറിയ കുട്ടിയാണ്, നീ ചെയ്ത തെറ്റിന് അവൾ കൂടി ശിക്ഷ അനുഭവിക്കണോ? അതെ, എല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ, എന്നെ തന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് മേഘ തട്ടിക്കയറി ദേഷ്യത്തോടെ പോയിട്ട് അവിടെ നിന്നുള്ള സ്റ്റൂളും അതുപോലെ തന്നെ അടുക്കളയിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ തട്ടി മറിച്ചിടുവാണ്. മേഘയുടെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി ചെയ്യൊത്തിയിരിക്കുകയാണ് കൂളായിട്ട്. എന്നിട്ട് അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്, ആന്ധ്രക്കാരന് ബുദ്ധി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ മേഘയ്ക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ, ഇവൾക്ക് ബുദ്ധി മാത്രം വരുന്നു തോന്നുന്നില്ല. ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ, എന്തായാലും സ്വന്തമൊന്നും അല്ലല്ലോ, ആരൊക്കെയോ വാങ്ങിക്കൊണ്ടിട്ടതല്ലേ. മേഘയാണെങ്കിൽ അവിടെയുള്ള ഓരോരോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവളുടെ ദേഷ്യം തീർക്കുന്നത്. മലറിൻ്റെ കൂടെ കണ്ണുകെട്ടി കളിക്കുകയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും. അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ആ വലിയ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ മുഖത്താകെ സങ്കടം ഉണ്ടായിരുന്നു. അവൾ വന്നിട്ട് അച്ചാന്ന് വിളിക്കുന്ന സമയത്ത് മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് നോക്കുവാണ്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ചന്ദ്രിക, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അത് പിന്നെ ജാനകി അമ്മായി ഇവിടെ നമ്മുടെ കൂടെ താമസിക്കില്ല എന്നാണ് പറയുന്നത്. അവരിവിടെ നിന്നും പോകാൻ വേണ്ടി അവരുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. ഞാൻ അമ്മായിയുടെ അടുത്ത് പോയിട്ട് ഈ വീട്ടിൽ നിന്നും പോകരുതെന്ന് യാചിച്ച് പറഞ്ഞു, പക്ഷേ ഇവിടെ നിന്ന് പോകുമെന്ന് വല്ലാത്ത വാശിയോടെയാണ് അവർ പറയുന്നത്. മുത്തശ്ശനാണ് ജാനകി അമ്മായിയോട് സംസാരിച്ച് തൽക്കാലം അവരിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അച്ഛൻ പോയി ജാനകി അമ്മായിയോട് എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ ജാനകി അമ്മായി ഒന്നുകൂടി സമാധാനപ്പെടും. അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ലക്ഷ്മിയും അത് കേട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ ഒന്നും പറയാതെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ആലോചിച്ച് നിൽക്കുന്നത്? അത് പിന്നെ മേഘയുടെ സംസാരം കേട്ട് ജാനകി നിന്നെയും ലക്ഷ്മിയെയും വായിക്ക് വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്നെ വഴക്ക് പറയുന്നതിനും എന്നെ ശകാരിക്കുന്നതിനും ഒക്കെ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ജാനകി ഈ വീട്ടിൽ താമസിക്കുന്നതിന് എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല.
അവൾ ഈ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ. കാരണം ഇത് അവളുടെ കൂടി വീടാണ്. ഇവിടെ താമസിക്കാനുള്ള എല്ലാ അധികാരവും അർഹതയും അവൾക്കുണ്ട്. എന്നാൽ ജാനകി നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കുന്നത് വരെ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാൻ പോവില്ല. അത് കേട്ട സമയത്ത് ചന്ദ്രികയും ലക്ഷ്മി ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം മഹേന്ദ്രനിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ സങ്കടത്തോടെ പറയുന്നുണ്ട്, ദേഷ്യം വന്ന സമയത്ത് വായിൽ വന്ന തെറ്റുകളാണോ എന്ന് പോലും ചിന്തിക്കാതെ അവൾ അത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്. അവൾ ചെയ്തു പോയതും പറഞ്ഞു പോയതുമായ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി എപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുവോ അന്ന് മാത്രമേ മോളെ ഞാൻ അവളോട് സംസാരിക്കുള്ളൂ. അച്ഛൻ്റെ വാശി ന്യായമായതുകൊണ്ട് തന്നെ ചന്ദ്രിക തർക്കിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അമ്മ നിങ്ങളെങ്കിലും വന്നിട്ട് അമ്മായിയോട് സംസാരിച്ച് ഒന്ന് സമാധാനപ്പെടുത്തു അമ്മ. ലക്ഷ്മി മഹേന്ദ്രനെ നോക്കിയതിന് ശേഷം ചന്ദ്രികയോട് പറയുന്നുണ്ട്, ശരി ഞാൻ പോയി സംസാരിച്ചോളാം, മോള് വിഷമിക്കേണ്ട. എന്നിട്ട് മലറിനെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രികയും മഹേന്ദ്രനും മാത്രമാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. ചന്ദ്രികയ്ക്ക് അച്ഛനോട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അല്പനേരം അദ്ദേഹത്തെ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ രാത്രിയായ സമയത്ത് മുത്തശ്ശി പായ വിരിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും മേഘ കുഞ്ഞിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒപ്പം മനോഹരം മറ്റൊരു പായ എടുത്ത് വന്നിട്ട് അവിടെ നിലത്ത് വിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നിട്ട് മേഘ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി നമ്മളിപ്പോൾ എവിടെയാണ് കിടക്കുക? ദാ ഇവിടെ തന്നെ. മുത്തശ്ശി നിലത്ത് വിരിച്ച പായ കാണിച്ചു കൊടുക്കുകയാണ്. എന്ത്, തറയിലോ? അവർ പായ വിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മേഘ പറയുന്നതൊന്നും വലുതായിട്ട് ഗൗനിക്കുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, തറയിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല മുത്തശ്ശി. ഇവിടെ കട്ടിലൊന്നും ഉണ്ടാവില്ലേ? മേഘ ഇങ്ങോട്ട് നോക്കൂ, ഇതാ ആകെയുള്ളത് ഇവിടെ ഈ ഒരു കട്ടിൽ മാത്രമാണ്. നിനക്ക് വേണമെങ്കിൽ അതിൽ കിടന്നുറങ്ങിക്കോ, വേണമെങ്കിൽ പ്രിയയും കൂടെ നിൻ്റെ അടുത്ത് തന്നെ കിടത്തിക്കോ. ഈ കട്ടിലോ? ഈ കട്ടിലിൽ ഞാൻ ഒരുത്തി തന്നെ കിടക്കുന്നത് കഷ്ടമാണ്. അതിൻ്റെ കൂടെയാണോ പ്രിയയെ കൂടി ചേർത്ത് കിടത്തേണ്ടത്? ശരി ശരി, നീ തനിച്ച് കിടന്നോ, പ്രിയയും ഞാനും ഒന്നിച്ച് താഴെ കിടന്നോളാം, മുത്തശ്ശി പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു മുത്തശ്ശി. അപ്പോൾ മനോഹരം പറയാണ്, എന്താ മേഘ ബെഡ് വേണോ? നിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ AC-യും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉള്ളതുപോലെ ഉണ്ടല്ലോ. ഇവിടെ ഉള്ള സൗകര്യത്തിന് താമസിക്കുന്നതാണ് വലിയ കാര്യം. മേഘ, നമുക്ക് വാടകയൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ താമസിക്കാൻ അവർ സൗകര്യം തന്നത് തന്നെ വലിയ കാര്യം. ഇങ്ങോട്ട് നോക്ക്, ഇനി ഇവിടേക്ക് വേറെ എന്തെങ്കിലും സൗകര്യത്തിൽ നമ്മൾ ചോദിച്ചെന്ന് വെച്ചോ, നമ്മളെ ഇവിടെ നിന്ന് പോലും അവരടിച്ചു തുരത്തിക്കളയും. മേഘ മറുത്തൊന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. മിണ്ടാതെ കിടക്കാൻ നോക്കും മോളെ, നിനക്ക് AC ബെഡ് എന്തൊക്കെയാ വേണ്ടത് എന്നും പറഞ്ഞിട്ട് മനോഹരൻ അവിടെ നിലത്ത് കിടക്കുകയാണ്. പിന്നാലെ മുത്തശ്ശിയും അവിടെ നിലത്തിരിക്കുകയാണ് പായിൽ. അപ്പോൾ മേഘ അവിടെ കട്ടിലിരുന്നിട്ട് പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി ഇതിലെങ്ങനെയാ ഉറങ്ങുക? മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതും ഈ സ്ഥലത്ത് തന്നെ, ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ തന്നെ, കിടന്നുറങ്ങുന്നതും ഇവിടെ തന്നെ. എന്തൊരു കഷ്ടം ഇത്, മേഘ ദേഷ്യത്തോടെ പറയാണ്. അപ്പം മുത്തശ്ശി വാൺ ചെയ്യുന്നുണ്ട്, ദൈവം തരുമ്പോൾ തന്നെ എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെക്കണം. എല്ലാം നശിപ്പിച്ചിട്ട് വന്നാൽ ഇതുപോലെ ആയിരിക്കും അവസ്ഥ. മഹേന്ദ്രനും ലക്ഷ്മിയും വലിയ പട്ടുമെത്തേ കിടന്നുറങ്ങിയവരാണ്. അവർ പോലും വന്ന് ഇവിടെ ഈ തറയിൽ കിടന്നുറങ്ങിയില്ലേ? അതുപോലെ സഹിച്ചുകൊണ്ട് നമ്മളും ഇതൊക്കെ ശീലമാക്കണം. മേഘ മറുത്തൊന്നും പറയാതെ ഗതികേട് കൊണ്ട് കേട്ട് നിൽക്കുകയാണ്. കിടക്കാൻ നോക്ക് മേഘ എന്ന് പറഞ്ഞിട്ട് പ്രിയയോടും കിടക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശി പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുകയാണ്. മേഘ മനസ്സോടെ ആ കട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മനോഹരനും തൊട്ടപ്പുറത്ത് തന്നെ കിടന്നിട്ടുണ്ട്. മേഘയ്ക്ക് എന്തിട്ടും ഉറക്കം വരുന്നില്ല, ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി വേർക്കുന്ന മുത്തശ്ശി, AC പോലും ഇല്ല, എങ്ങനെ ഉറങ്ങാന്ന് എനിക്കറിയില്ല, ഈ ഫാന് പോലും സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത്. അപ്പം തന്നെ മനോഹരം പറയുന്നുണ്ട്, മേഘ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജനലും വാതിലൊക്കെ തുറന്നു വെക്കാം, നല്ല കാറ്റ് കിട്ടും. അതേടാ, മുത്തശ്ശി പറയാണ്. പുറത്തുള്ള പാമ്പ് വന്ന് നിന്നെ കൊത്തും, കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ അതെ, പുറത്തുള്ള പാമ്പ് വന്നു കഴിഞ്ഞാൽ അകത്തുള്ളവർക്കാണ് പാമ്പിനേക്കാളും വലിയ വിഷം. മനോഹരനും വിട്ടുകൊടുക്കുന്നില്ല. മനോഹരൻ എന്നിട്ട് കിടക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അമ്മാവാ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കിയിട്ട് കിടക്കാമോ, എന്നാൽ അത്രയ്ക്കുള്ള ചൂടെങ്കിലും കുറയും, നിങ്ങൾ എന്നെ കിടന്നുറങ്ങാൻ വിടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് മനോഹരൻ ലൈറ്റ് ഓഫാക്കി കൊടുക്കുകയാണ്. എല്ലാവരും കൊതുക് കടിയൊക്കെ കൊണ്ടിട്ട് കഷ്ടപ്പെട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. മേഘയാണെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടലോട് കൂടിയാണ്
അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചന്ദ്രിക മലറിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മലർ സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മ പാവമുണ്ട് അമ്മ പ്രിയ, ആ ചെറിയ വീട്ടിൽ കിടന്ന് അവൾ വല്ലാതെ കഷ്ടപ്പെടുവാണ്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പോൾ മലർ പറയുന്നുണ്ട്, അവളെ കൂടി നമുക്ക് നാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചാലോ? ശരിടാ, നാളെ മേഘയുടെ അടുത്ത് പോയിട്ട് മോള് ചോദിച്ചു നോക്ക്. അവൾ പ്രിയ ഇവിടെ താമസിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പ്രിയ ഇവിടെ തന്നെ താമസിച്ചോട്ടെ. ചന്ദ്രിക സന്തോഷത്തോടെയാണ് പറയുന്നത്. മലറിനും അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക വീണ്ടും മലറിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.